വരുമ്പോഴാണ് ഇങ്ങനെയുള്ള തോന്നലുകൾ ശക്തമാകുന്നതെന്ന് മാഡം പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഒരു ചെറുപ്പക്കാർക്കിടയിൽ ഈശ്വര വിശ്വാസമൊന്നും ആവശ്യമില്ല, നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്താൽ മതി, എല്ലാം നടന്നോളൂ എന്ന് ചിന്താഗതിക്കാർ കുറേ അധികം പേരുണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ ഈശ്വര വിശ്വാസത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അവർക്കും ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഇപ്പൊ ഈശ്വരനെ ഞാൻ ഈയിടെ വായിച്ച ഒരു കാര്യം, ഏറ്റവും ശക്തമായിട്ട് നിരീശ്വരനാണെന്ന് വിചാരിക്കുന്നയാള് അയാളും അയാളുടേതായ ഒരു രീതിയിൽ ഈശ്വരൻ എന്ന് പറയുന്ന സത്തയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നില്ല എന്ന് നമ്മൾ ഉറച്ചു പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്നുള്ള ഒരു സംശയം എവിടെയോ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ അത് പലർക്ക് പലതരത്തിലാവാം. ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ മൂർത്തമായ രീതിയിൽ നമ്മളെ പോലെ ഒരു കാത്തലിക് ലൈഫിൽ ഒരു തിയോളജിക്കൽ റിജിഡിറ്റി ഉണ്ടല്ലോ, ക്രിസ്തുവിനെ തന്നെ ദൈവമായിട്ട് കാണുന്ന തിയോളജിക്കൽ റിജിഡിറ്റി എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ മറ്റുള്ളവർ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് ക്രിസ്തുവിലൂടെ മാത്രം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ വിശ്വാസം, അത് നമ്മുടെ വിശ്വാസം. പക്ഷെ മറ്റ് പല രീതിയിൽ അവരും ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ചൈതന്യത്തെ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ഗൈഡിങ് ഫോഴ്സ് എവിടെയോ ഉണ്ട്, അതിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ചെറുപ്പം ഒരുപാട് സ്വശക്തിയിൽ വിശ്വസിക്കുന്ന കാലമാണ്. പക്ഷെ അവര് സ്വാഭാവികമായിട്ട് ആ പക്വതയിലേക്ക് എത്തിക്കോളൂ. നമ്മളൊക്കെ ആ ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രയോറിറ്റീസ് വ്യത്യാസമുണ്ട്. ആ പ്രയോറിറ്റീസ് വെച്ചിട്ടാണ് അവർ ജീവിതത്തെ അസസ് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും അവരുടെ ഉള്ളിൽ ഈശ്വരബോധമുണ്ട്. ആ ഒരു സിസ്റ്റമാറ്റിക് പ്രെയർ ലൈഫിലേക്കും മറ്റും അവർ വരുന്നില്ല എന്നേ ഉള്ളൂ. അവർ ഈശ്വരനെ നിഷേധിക്കുന്നവരൊക്കെ കുറവേ കാണുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ ഈ ചിട്ടയോടുള്ള വിശ്വാസ ജീവിതം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ അത്രയേറെ അവർ പിന്തുടരുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ യുവത്വത്തിന് ഒരുപാട് നന്മകളുണ്ട്. അവരിൽ ഇപ്പം മൂല്യങ്ങളോടുള്ള അവരുടെ ഒരു വല്ലാത്ത അഭിനിവേശം, അത് യുവാക്കളാണ് ഏറ്റവും കൂടുതൽ. ഒരു അനീതിക്കുണ്ടായാൽ ആദ്യമേ എതിർക്കുന്നത് യുവജനങ്ങളല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം മൂല്യങ്ങളുടെ ആകത്തുകയാണ് ഈശ്വരൻ. അവർക്കായി എതിർക്കാൻ തോന്നുന്നത് അവരിൽ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പക്ഷെ ഈ ക്രിസ്തീയ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള ചിട്ടപ്പെടുത്തിയ വളരെ ഉറച്ച ഒരു ക്രൈസ്തവ ജീവിതം ഒരുപാട് യുവജനങ്ങൾക്കും ഇപ്പൊ ആ രീതിയിൽ അവകാശപ്പെടാൻ പറ്റുമോ അറിയില്ലെങ്കിലും അവര് ക്രമേണ അതിലേക്ക് വന്നുകൊള്ളും. ആ സാഹചര്യവും അവരുടെ ജീവിതത്തിൽ അടിസ്ഥാന ബോധ്യങ്ങളുണ്ടെങ്കിൽ ക്രമേണ അതിലേക്ക് എത്തിക്കോളും. ആശങ്കപ്പെടാനൊന്നുമില്ല. എന്തായാലും ശ്രീമതി മിനി ആന്റണി IAS ആരാണെന്നും, അല്ലെങ്കിൽ മാഡത്തിന്റെ ജീവിതത്തിൽ ഈശോയുടെ സ്ഥാനം എന്താണെന്നും, എങ്ങനെയാണ് ഈ ഔദ്യോഗിക പദവിയിലും കുടുംബത്തിലും ഒക്കെ കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണം നയിക്കുന്നതെന്നൊക്കെ ഷാലോം പ്രേക്ഷകർക്ക് വളരെ സന്തോഷപൂർവ്വം മനസ്സിലായ ഒരു മണിക്കൂറുകളാണ് ഇതൊക്കെ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ഏതാണ്ട് ഒരു 10, 16, 17 വർഷമായിട്ട് ഞാനും വളരെ ഗവേഷണ ബുദ്ധിയെ പിന്തുടരുന്ന ഒരു സ്ഥാപനമാണ് ഷാലോം. അതിൻ്റെ ആദ്യ ലക്കങ്ങൾ മുതൽ ഞാൻ വായിച്ചു തുടങ്ങിയതാണ്, ഇപ്പോഴും വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഷാലോം TVയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസി സമൂഹത്തിൽ ഞാൻ അംഗമാണ്. ഷാലോം മാഗസിൻ ഞാൻ മുമ്പേ വായിക്കുന്നതാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ച് രൂപപ്പെടുത്തുന്ന ക്രിസ്തീയ മാസിക എന്ന് വേണം അതിനെക്കുറിച്ച് പറയാൻ. അങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം. കുറേ പേർക്ക് ഷാലോം വാങ്ങിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷാലോം ഒരു മാധ്യമ സ്ഥാപനം, ദൃശ്യമാധ്യമം എന്ന നിലയിൽ എത്രയോ പേർക്ക് വീട്ടിലിരുന്ന് പോയിട്ടുള്ളവർക്ക്, കിടപ്പ് രോഗികൾക്കൊക്കെ കുർബാന കാണാനൊക്കെ അവസരം ഉണ്ടാകുന്നുണ്ട് ഷാലോം TVയിലൂടെ. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. കാര്യം പൂർണ്ണ ഒരു തൃപ്തിയോടെ കുർബാനയിൽ അവർക്ക് പങ്കുചേരാൻ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് സാധാരണ സാഹചര്യങ്ങളിൽ ഒരു ക്രിസ്തീയ മിഷൻ എന്ന നിലയിൽ ഇതൊരു വലിയ ദൗത്യമാണ്. ക്രിസ്തീയ ആദർശങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ബോധ്യം, അതിൻ്റെ സാർവലൗകികത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അതിൻ്റെ സാഹോദര്യ മനോഭാവം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു മിഷൻ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഷാലോം TV വളരെ ശക്തമായൊരു മാധ്യമമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ഷാലോം മാഗസിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ദൗത്യം നിർവഹിക്കപ്പെടുന്നു എന്നുള്ളൊരു വിശ്വാസവും
ആ ഒരു ഉറപ്പുമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു സഹയാത്രികയാണ്. സഹയാത്രികയ്ക്ക് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച അതിഥിയോർത്ത് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾക്കും ഭാവി പ്രവർത്തനങ്ങൾക്കും കർത്താവിൻ്റെ എല്ലാ സംരക്ഷണവും സ്നേഹവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും. നന്ദി. ശാലോമിനും ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനാ ശുശ്രൂഷകർക്കും ഇതിൻ്റെ സംഘാടകർക്കും 2 മാധ്യമങ്ങളുടെയും പ്രധാന പ്രവർത്തകർക്കും എല്ലാവർക്കും പ്രത്യേകമായ ഈശ്വരാനുഗ്രഹം നേരുന്നു. ഈ അവസരത്തിന് പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. നമസ്കാരം. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ കേൾക്കാം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റു ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവരോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ സ്വരൂപനായ ദൈവമേ, ഈ വചനം തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും, വളരെ പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവരെയും, ഇന്ന് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെയും, ജന്മദിനം ഓർക്കുന്നവരെയും, വിവാഹിതരാകുന്നവരെയും, യാത്ര ചെയ്യുന്നവരെയും, ജോലി ചെയ്യുന്നവരെയും, ഓപ്പറേഷന് വിധേയരാകുന്നവരെയും, ഈ നിമിഷത്തിൽ ഈ വചനം തിരുവചനം ശ്രവിക്കുന്ന ശാലോം TV പ്രേക്ഷകരെയും, ശാലോം ടിവിയുടെ എല്ലാ ഉപകാരികളെയും ഗുണകാംക്ഷികളെയും ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വാത്സല്യമുള്ളവരെ, ഇന്നിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. പ്രത്യേകിച്ച് ജന്മദിനം ഓർക്കുന്നവരെ പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് വരാപ്പുഴ അതിരൂപതയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ജീവദീപ്തി എന്നുള്ള മാസികയിലെ ഒരു ചെറിയ സംഭവം വായിക്കുവാനിടയായി. ആ ചെറിയ സംഭവം പങ്കുവെച്ചുകൊണ്ട് ആരംഭിച്ചുകൊള്ളട്ടെ. SMS മെസ്സേജ് എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻസ് കൊടുത്തിരുന്നത്. SMS എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഷോർട്ട് മെസ്സേജ് ഫോർ സോൾസ്, ആത്മാവിനുള്ള ചെറിയ സന്ദേശം എന്ന ഉൾക്കാഴ്ചയാണ്. ഒരു ചെറിയ കഥയാണ്. ഒരു രാജാവിനെ എപ്പോഴും സഹായിക്കുന്ന നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു സന്യാസി. അങ്ങനെ വളരെ നാളായി ഈ സന്യാസി ആത്മീയമായി രാജാവിനെ സഹായിക്കുമായിരുന്നു. രാജാവിന് ഇക്കുറി തോന്നി ഈ സന്യാസിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പരിവാരത്തോടൊപ്പം, മന്ത്രിമാരോടൊപ്പം മഹർഷി സന്യാസി താമസിക്കുന്ന പർണശാലയിൽ വന്നു. കതകിൽ മുട്ടി സന്യാസി വാതിൽ തുറന്നു. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സന്യാസിയുടെ കയ്യിലേക്ക് ഒരു സമ്മാനപ്പൊതി കൊടുത്തു. അത് തുറന്നപ്പോൾ അതിൻ്റെ ഒരു സ്വർണത്തിൻ്റെ കത്രികയാണ്. ഉടനെ രാജാവ് പറഞ്ഞു ഇത് അങ്ങേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനമാണ്. ഉടനെ സന്യാസി പറഞ്ഞു, എനിക്ക് ഈ സ്വർണത്തിൻ്റെ കത്രിക വേണമെങ്കിലും ഒരു കത്രികയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല. രാജാവ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, എന്തെങ്കിലും ചോദിക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് സൂചിയാണ് ഇഷ്ടം.
രാജാവ് ചോദിച്ചു, എന്താണ് സ്വർണത്തിന്റെ കത്രിക തന്നിട്ട് അങ്ങ് വാങ്ങിച്ചില്ല, സൂചിയോട് ഇത്രയും താല്പര്യം തോന്നാൻ കാരണം എന്താണ്? സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ തന്ന സ്വർണത്തിന്റെ കത്രികയായാലും അത് ഏത് ലോഹം കൊണ്ടുള്ള കത്രികയായാലും കത്രിക വെട്ടിമുറിച്ചിടാനുള്ളതല്ലേ, മറിച്ച് സൂചി ഈ കത്രിക കൊണ്ട് വെട്ടിമുറിച്ചിടുന്നത് ഒന്ന് തുന്നിച്ചേർക്കാൻ സാധിക്കുമല്ലോ. അതെ, ചിന്ത ഇതാണ്, നിങ്ങളും ഞാനും കത്രിക പോലെയാണോ സൂചി പോലെയാണോ? കത്രിക എല്ലാറ്റിനെയും എല്ലാവരെയും വെട്ടിമുറിച്ചിടും, സൂചിയോ വെട്ടിമുറിച്ചിട്ടതിനെ തമ്മിൽ യോജിപ്പിക്കും. നമ്മുടെ ചിന്ത ബിബ്ലിക്കലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഉൽപ്പത്തി തുടങ്ങി 2010 വരെ, ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ ചിലര് കത്രികയായി ജീവിക്കുന്നവരുണ്ട്, ചിലര് സൂചിയാകുന്ന വ്യക്തികളുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ഇന്നുവരെയുള്ള സംഭവങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്യാം. ഞാൻ കത്രികയെയും സൂചിയെയും നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. ഇതാ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാം സൃഷ്ടിച്ചു, എല്ലാം നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ ഏകാന്തതയിൽ അവന്റെ അസ്ഥിയിൽ നിന്നും ജീവിത സഖിയെ ഉണ്ടാക്കി. അങ്ങനെ അവന് കൊടുത്തു ആദ്യത്തെ കുടുംബം. ദൈവം ആ കുടുംബത്തിന് കൊടുത്ത സന്ദേശം എന്താണ്? നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ അനുസരണക്കേടിന്റെ കത്രിക കടന്നു വരികയാണ്. അനുസരണക്കേടിന്റെ കത്രിക വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് നഗ്നത അനുഭവപ്പെട്ടു, മരണമുണ്ടായി, വേദനയുണ്ടായി, അവിടെ ദുഃഖമുണ്ടായി, പറുദീസ നഷ്ടപ്പെട്ടു. അങ്ങനെ അനുസരണക്കേടിന്റെ കത്രിക ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരു കുടുംബത്തിലൂടെയാണ്. എന്നാൽ അവിടെ ഇതാ അനുഗ്രഹത്തിന്റെ ഒരു സൂചി കടന്നു വരികയാണ്. ദൈവം അനുഗ്രഹത്തിന്റെ സൂചിയായി കടന്നു വരികയാണ്. അറ്റുപോയ ദൈവവുമായി അറ്റുപോയ ബന്ധത്തെ കോർത്തിണക്കാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ വായിക്കുന്നുണ്ട്. സൂചിയായി കടന്നു വരുന്ന ദൈവത്തിന്റെ ചിത്രം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും, നിന്റെ തല അവൻ തകർക്കും. അതെ, ദൈവമാണ് രക്ഷാകര ചരിത്രത്തിൽ ആ അനുഗ്രഹത്തിന്റെ രക്ഷയുടെ സൂചിയായി കടന്നു വരുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ മുറിഞ്ഞുപോയ ബന്ധത്തെ കോർത്തിണക്കാൻ കടന്നു വന്ന സൂചിയായി ദൈവം കടന്നു വരികയാണ്. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ്. അവിടെ കടന്നു വരുന്നത് കായേനും ആബേലുമാണ്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ഒരാൾ ആട്ടിടയനായിരുന്നു, ഒരാൾ കൃഷിക്കാരനായിരുന്നു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ബലിയാണ്. ഏറ്റവും നല്ല ആട്ടിൻകൊറ്റനെ കാഴ്ചവെച്ച ആബേലിന്റെ ബലി സ്വീകരിച്ചു, എന്നാൽ കായേന്റെ ബലി തിരസ്കരിക്കപ്പെട്ടു. അവിടെ എന്താ സംഭവം? അസൂയയുടെ കത്രികയുമായി കടന്നു വരികയാണ്. അസൂയ പ്രകോപനമായി, പ്രകോപനം കൊലപാതകത്തിന്റെ കത്രികയായി. സഹോദരൻ സഹോദരനെ അടിച്ചു കൊന്നു. അവന്റെ രക്തം ഭൂമിയിൽ വീണപ്പോൾ ഇതാ ആ രക്തം നിലവിളിച്ചു. നിലവിളി കേൾക്കുന്ന ദൈവം ഇതാ കടന്നു വരികയാണ്, ഒരു സൂചിയായി കടന്നു വരികയാണ്. എന്നിട്ട് സൂചിപ്പിച്ചത് എന്താണ്? കായേൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ ചോദിച്ചു, ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? അതെ, ദൈവം അവിടെ അനുരഞ്ജനത്തിന്റെ സൂചിയായി കടന്നു വന്നു. അവന് ഇതാ താക്കീത് നൽകുകയാണ്. ഇനിയും പുസ്തക ചുരുൾ മറിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെ മറന്നു ജീവിക്കുന്ന മനുഷ്യൻ. നോഹയുടെ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ബൈബിളില് കടന്നു വരുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ ഇതാ നോഹയുടെ മക്കൾ പെരുകി വർദ്ധിച്ചു. അവിടെ ഇതാ പലപ്പോഴും കടന്നു വരുന്ന ജഡത്തിന്റെ വശങ്ങളാണ്, ജഡത്തിന്റെ വ്യാപാരങ്ങൾ കടന്നു വരികയാണ്. നോഹ കടന്നു എന്ന് ഒരു സൂചിയാകുവാൻ പരിശ്രമിച്ചു. ജഡത്തിന്റെ കത്രിക കടന്നു വന്നപ്പോൾ ഇതാ ആത്മാവിന്റെ ഫലങ്ങളുമായി കടന്നു വരുന്ന നോഹ അവരോടൊക്കെ പറഞ്ഞു, ഇതാ ദൈവം മഴ പെയ്യിക്കും, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പിന്തിരിയണം എന്ന സമാധാനത്തിന്റെ വചസ്സുകളുമായി കടന്നു വരുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല. ഒടുവിൽ എന്താണ് അവിടെ ഉണ്ടായത്? അവിടെ പ്രളയമുണ്ടായി, നോഹിന്റെ പെട്ടകം കടന്നു വരുന്നു. അവസാനം ദൈവം മാനത്ത് മഴവില്ല് വിരിയിച്ചു. അത് സമാധാനത്തിന്റെ ഒരു സൂചനയായി മാറി. ഇനിയും പുസ്തക ചുരുള മറിക്കുമ്പോൾ നമുക്ക് സോദോം ഗൊമോറ കാണാൻ സാധിക്കും. അതായത് വ്യഭിചാരത്തിന്റെയും സ്വവർഗഭോഗത്തിന്റെയും സ്വയംഭോഗത്തിന്റെയും കത്രികയായി കടന്നു വരുന്ന മനുഷ്യന് അവിടെ ഇതാ വലിയ ഒരു സൂചിയായി കടന്നു വരുന്നത് ലോത്താണ്. ലോത്ത് സൂചിപ്പിച്ചു, നിങ്ങൾ പിന്മാറണം,
എന്നിട്ട് ലോത്ത് വേദനിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ആ നഗര കവാടത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അവിടെ 2 ദൂതന്മാർ കടന്നു വന്നു, അവരെ വീട്ടിലേക്ക് സൽക്കരിച്ചു. അപ്പോൾ സ്വവർഗഭോഗികളായ സോദോമിലെ മക്കൾ കടന്നു വന്നിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ അതിഥികളെ വിട്ടുതരാ, അവരുമായി ഞങ്ങൾ വ്യഭിചരിക്കട്ടെ, അവരുമായി സ്വവർഗഭോഗം നടത്തട്ടെ. ലോത്ത് എന്താ പറഞ്ഞത്? എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന അവരെ ഞാൻ വിട്ടുതരില്ല. പരപുരുഷ സ്പർശനമേൽക്കാത്ത എൻ്റെ മകളെ വേണമെങ്കിൽ എടുത്തോ. അവർ കയ്യിൽ കയറി പിടിച്ചപ്പോൾ ആ ദൂതന്മാർ അന്ധരാക്കുകയും ലോത്തിനെ രക്ഷിക്കുകയും ചെയ്തു. ഇനിയും ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ ലോത്തിൻ്റെയും നോഹയുടെയും കാലഘട്ടത്തിൽ നടന്ന സംഭവത്തിൽ നിന്നും മനുഷ്യൻ പഠിച്ചില്ല. ദൈവത്തിനെതിരായി അവർ അഹങ്കാരത്തിൻ്റെ കത്രിക ഉയർത്തി. അഹങ്കാരത്തിൻ്റെ കത്രികയാണ് വാസ്തവത്തിൽ ബാബേൽ ഗോപുരം. അവർ പറഞ്ഞു, ഇനിയൊരു പ്രളയമുണ്ടായാൽ നമുക്കൊരു ഗോപുരം പണിയണം, ഈ ഗോപുരത്തിൽ കയറി രക്ഷപ്രാപിക്കണം. അങ്ങനെ ഗോപുരം പണിതു. പക്ഷേ ആ ഗോപുരം പണി പൂർത്തിയായില്ല. ആ ഗോപുരം പണിത് തീർക്കുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അഹങ്കാരത്തിൻ്റെ കത്രികയാണ് അവർ ഉയർത്തിയത്. അവിടെ ദൈവം കടന്നു വന്നു, അവരുടെ അഹങ്കാരത്തിൻ്റെ കത്രിക ഛേദിച്ചു കളഞ്ഞു. ദൈവം ഭാഷ ചിതറിപ്പിച്ചു, എങ്കിലും ദൈവം അവരെ വിട്ടുകൊടുത്തില്ല. അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം കത്രിക വെച്ച മനുഷ്യന് ഒരു സൂചിയായി കടന്നു വരികയാണ്. അതാണ് പെന്തക്കോസ്ത അനുഭവം. ഭാഷ ചിതറിക്കപ്പെട്ട മനുഷ്യന്റെ ഭാഷ ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വരവ്, അത് വലിയൊരു സൂചിയായി അനുരഞ്ജനത്തിന്റെ അനുതാപത്തിന്റെ കൃപയായി കടന്നു വരികയാണ്. നമുക്ക് വീണ്ടും പുസ്തകത്തിലേക്ക്, ബൈബിളിലേക്ക്, പഴയ നിയമത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ബൈബിളിൽ ധാരാളം വ്യക്തികളെ കാണാൻ സാധിക്കും. ഇതാ ദാവീദ് എന്ന കഥാപാത്രത്തെ കത്രികയായിട്ടും കാണാം, സൂചിയായിട്ടും കാണാം. ആദ്യം അദ്ദേഹം ഒരു സൂചിയായിരുന്നു. കാരണം ഫിലിസ്ത്യരുടെ സൈന്യത്തിൽ കടന്നു വന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് ഇസ്രായേലിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അവനെ നേരിടുവാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇതാ ഇടയച്ചെറുക്കനായ ദാവീദ് ഒരു സൂചിയായി കടന്നു വന്നത്. അത് നമ്മളൊക്കെ ചിലപ്പോൾ സൂചി കത്രിക ആകുന്നതും ബൈബിൾ കാണാൻ സാധിക്കും. സൂചിയായി കടന്നു വന്ന ആ ഇടയച്ചെറുക്കനായ ദാവീദില് ഇതാ ദൈവം ഒളിച്ചിരുന്നു. ദാവീദ് വലിയ പ്രശ്നമാകുന്ന ഗോലിയാത്തിനെ നേരിട്ടത് എങ്ങനെയാണ്? കയ്യിലൊരു കവണയും 5 കല്ലും ഉണ്ടായിരുന്നു. ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്താകുന്ന പ്രശ്നത്തെ അടിച്ചു വീഴ്ത്തി. അങ്ങനെ ദാവീദ് രാജാവായി, ഇസ്രായേലിന്റെ രാജാവായി, സമാധാന പാലകനായി ജീവിക്കുന്നു. എന്നാൽ ആ സൂചിയായ വ്യക്തി തന്നെ പിന്നീട് കത്രികയായി മാറുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 11ഉം 12ഉം അധ്യായം നമ്മൾ വായിക്കണം. 12-ാം അധ്യായത്തിൽ എന്താ സംഭവിച്ചത്? വല്ലതിനും കുറവുണ്ടായിരുന്നോ ഈ മനുഷ്യന്? ഒരുപാട് ഭാര്യമാര് എല്ലാം ഉണ്ടായിരുന്ന ദാവീദ് ഒടുവിൽ കത്രികയായിട്ട് മാറിയില്ലേ? ഇത് നിങ്ങൾക്കും എനിക്കും സംഭവിക്കാവുന്ന വലിയ ദുരന്തമാണ്. കത്രിക സൂചിയായിട്ട് മാറുന്നു, വെട്ടിവീഴ്ത്തുന്നു. സൂചി കത്രികയായിട്ട് മാറുന്നു. അതേ സമാധാനത്തിന്റെ വക്താവായ രാജാവ് ഇതാ കത്രികയാകാൻ എന്താ ചെയ്തത്? 9, 6, 5 പ്രമാണം ലംഘിച്ചു. ദാവീദ് രാജാവ് ഒരു ദിവസം മട്ടുപ്പാവിൽ ഉലാത്താൻ പോയതാണ്. കണ്ണെത്തേണ്ട അടുത്ത് കാമമെത്തി. അങ്ങ് അകലെ ഇതാ കുളിക്കുന്നൊരു സ്ത്രീയെ കണ്ടു. ആരാണെന്ന് ആരാഞ്ഞപ്പോൾ ഇതാ പടനായകന്റെ ഭാര്യയാണ്, ബത്ശബയാണ്. അവൾ സൗന്ദര്യമുള്ളവളാണ്. അവളെ വിളിപ്പിച്ചു, അവളുമായി ശയിച്ചു, അവളുമായി 6-ാം പ്രമാണം ലംഘിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ എന്താ ചെയ്തത്? കത്രിക വെക്കുകയാണ് ചെയ്തത്. ഉറിയായെ യുദ്ധത്തിൽ നിന്നും വിളിച്ചിട്ട് അവന് മദ്യം കൊടുക്കുന്നു. പറഞ്ഞു, നിന്റെ ഭാര്യയുമായിട്ട് സന്തോഷിക്കുക. പക്ഷെ ആ മനുഷ്യൻ പോകുന്നില്ല. ആ മനുഷ്യനൊരു സൂചിയായി നിൽക്കുകയാണ്. യുദ്ധം കൊടിമ്പുരി കൊണ്ട് നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകുവാൻ, ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ സാധിക്കും? ഇല്ല, ഞാൻ പോവില്ല. ഒടുവിൽ എന്താ ദാവീദ് രാജാവ് ചെയ്തത്? ബത്ശബയെ സ്വന്തമാക്കാൻ വേണ്ടി ഉറിയായെ യുദ്ധത്തിന്റെ മുൻനിരയിൽ നിർത്തി ചതിച്ചു കൊല്ലുകയായിരുന്നു. അതെ, അപ്പോഴാണ് ദൈവം ഒരു സൂചിയെ അയക്കുന്നത്. അതെ, ആ അറ്റുപോയ ബന്ധത്തെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി നാത്താൻ പ്രവാചകൻ കടന്നു വരികയാണ്. അതെ, ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാകുന്ന കത്രികയും സൂചിയും കാണാൻ സാധിക്കും. ഇതാ കത്രികയായി മാറിയ ദാവീദിന്റെ നേരെ വിരൽ ചൂണ്ടുന്നൊരു പ്രവാചകൻ, അതാണ് നാത്താൻ പ്രവാചകൻ. സംഭവം നമുക്കറിയാം. രാജാവ് ഇത്രയും വലിയ കൊള്ളർദായ്മ ചെയ്തിട്ട് ഒന്നും അറിയാത്ത നല്ലവനായി നടിക്കുകയാണ്.
അപ്പോൾ ഇതാ ഒരു പ്രവാചകൻ കടന്നു വന്നു. മറ്റാരുമല്ല, നാത്താൻ പ്രവാചകൻ. ഈ പ്രവാചകൻ അരമനയിലേക്ക് ചെറിയൊരു സങ്കടവുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. ചോദിച്ചു, എന്താണ് സങ്കടം? സങ്കടം ഇതാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ അരമനയുടെ അടുക്കൽ ഇതാ 2 വ്യക്തികൾ താമസിക്കുന്നുണ്ട്. ധനാഢ്യനായ ഒരു വ്യക്തിയും പാവപ്പെട്ട ഒരു വ്യക്തിയും. ആ പാവപ്പെട്ടവന് ഒരു പെണ്ണാട് മാത്രമേ ഉള്ളൂ. സ്വന്തം ആടിനെ മകളെ പോലെ തന്നെ വളർത്തുകയാണ്. ഇതാ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവിച്ചു. ആ ധനാഢ്യന് ഒരു അതിഥി വന്നപ്പോൾ ഒരുപാട് ആടുമാടുകളുള്ള ആ മനുഷ്യനെ ഒരു ആടിനെ കൊന്ന് സൽക്കരിക്കാമായിരുന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്തു? തൻ്റെ അയൽവാസിയായ ദരിദ്രനായ ആ മനുഷ്യന്റെ കുഞ്ഞാടിനെ, സ്വന്തം മകളെ പോലെ വളർത്തുന്ന കുഞ്ഞാടിനെ സ്വന്തമാക്കി അതിനെ കൊന്ന് സൽക്കരിച്ചു. ഇത് കേട്ട ദാവീദ് രാജാവ് കുപിതനായി ചാടി എഴുന്നേറ്റു. ഇത് നീചമാണ്, ചപലമാണ്, ഇതിന് 4 മടങ്ങ് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു. സ്വന്തം കണ്ണിലെ തടിയെടുത്ത് മാറ്റാതെ അവരന്റെ കണ്ണിലെ പൊടിയെടുത്ത് മാറ്റുവാൻ പരിശ്രമിക്കുന്ന രാജാവിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഒരു സൂചിയായി മാറി നാത്താൻ പ്രവാചകൻ. യു ആർ ദാറ്റ് മാൻ, നീയാണ് മനുഷ്യൻ, നീ തന്നെ. എന്നിട്ട് ശക്തമായ വചനമാണ് തൊടുത്തുവിട്ടത്. ഒടുവിൽ സൂചിയായി കടന്നു വന്ന, സേതുബന്ധനമായി കടന്നു വന്ന ആ നാത്താൻ പ്രവാചകന്റെ വചനം കേട്ട് ദാവീദ് രാജാവ് ചാരം പൂശി ചാക്കുവസ്ത്രം അണിഞ്ഞ് അനുതപിച്ചു. ഇനിയും ബൈബിളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം. അവിടെയും നമുക്ക് കത്രികയും സൂചിയും കാണാൻ സാധിക്കും. എന്താണ് സംഭവം? ജോവാക്കിമിന്റെ ഭാര്യ ദാനിയേൽ 13 നിങ്ങൾ വായിക്കണം. സുന്ദരിയായിരുന്നു. ആ വീട്ടിൽ കടന്നു വരുന്ന ശ്രേഷ്ഠന്മാർ, ന്യായാധിപന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വ്യക്തികൾ, അവർ വന്നപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ ന്യായാധിപന്മാർ എന്താ ചെയ്തത്? അവർ കത്രികയായിട്ട് മാറുകയായിരുന്നില്ലേ? അവർ ദുഷിപ്പായിട്ട് മാറുകയായിരുന്നില്ലേ? അവൾ കുളിക്കാൻ വന്നപ്പോൾ, തോഴിമാരോടൊപ്പം കുളിക്കാൻ വന്നപ്പോൾ തക്കം കാത്തുനിന്നു. അവൾ ഒറ്റയായപ്പോൾ, തനിച്ചായപ്പോൾ ചാടി വീണു. അവളോടൊപ്പം തെറ്റു ചെയ്യുവാൻ പരിശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ അവൾ പറഞ്ഞു, ഇല്ല, ഇതിനേക്കാൾ മരിക്കുകയാണ് എനിക്ക് ആഗ്രഹം. ഒടുവിൽ അവർ മുറവിളി കൂട്ടി. ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, ഇവൾ തെറ്റ് ചെയ്യുന്നത് 6-ാം പ്രമാണം ലംഘിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ജോവാക്കിം അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി പോകുമ്പോൾ ഇതാ ദൈവം ഒരു സൂചി അയക്കുകയാണ്. ആരാണ്? ദാനിയേൽ പ്രവാചകൻ. സൂസന്നയ്ക്ക് കത്രികയായി മാറിയ സൂസന്ന പതിവ്രതയല്ല, അവൾ വ്യഭിചാരിണിയാണെന്ന് വിളിച്ചോതി കത്രിക വെച്ച, കുടുംബജീവിതത്തിന് കത്രിക വെച്ച ആ ന്യായാധിപന്മാരുടെ മധ്യേ കടന്നു വരുന്നത് ദൈവം അയച്ച ഒരു പ്രവാചകൻ. ആരാണ്? ദാനിയേൽ പ്രവാചകൻ. അവളെ കൊലക്കളത്തിലേക്ക് കല്ലെറിയുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ദാനിയേൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ നിഷ്കളങ്ക രക്തത്തിൽ എനിക്ക് പങ്കില്ല. ബാക്കി പത്രം നിങ്ങൾക്കറിയാം. കണ്ടു എന്ന് പറഞ്ഞവരെ 2 പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ജഡ്ജിയെ പോലെ, വക്കീലിനെ പോലെ വാദിക്കുകയാണ്. ഓരോരുത്തരെ നിർത്തിയിട്ട് ചോദിച്ചു, നീ ഏത് മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് കണ്ടത്? കരയാമ്പു മരം. മാറ്റി നിർത്തി അടുത്തവനെ ചോദിച്ചു, നീ എവിടെ വെച്ചാണ് കണ്ടത്? കരിവേല മരം. അതെ, ഒരു സംഭവമാണ് കണ്ടത്, 2 മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ്. അവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ വിധിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷണം കൊടുക്കുകയും ചെയ്തു. അതെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദാമ്പത്യ ജീവിതത്തിന് കത്രിക വയ്ക്കുന്ന ന്യായാധിപന്മാർ, മറുവശത്ത് ദൈവമയക്കുന്ന സമാധാനത്തിന്റെ വക്താവായ സൂചിയായ ദാനിയേൽ പ്രവാചകനെയാണ്. ഇനി മറ്റൊരു പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എസ്തറിന്റെ പുസ്തകം. പേർഷ്യയിൽ താമസിക്കുന്ന യഹൂദന്മാരെ കൊല്ലുവാൻ വേണ്ടി തന്ത്രം ഒരുക്കുന്ന കഥാപാത്രത്തെയാണ് ഈ എസ്തറിന്റെ പുസ്തകം വിവരിക്കുന്നത്. എസ്തറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3-4 കഥാപാത്രങ്ങളെയാണ്. ആരെയാണ് അവിടെ കാണുന്നത്? അഹശ്വരസ് രാജാവാണ്. രാജാവിന്റെ ഭാര്യ വാസ്തി. അവിടെ ഹാമാൻ എന്ന് പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയുണ്ട്. അന്തഃപുര വിചാരിപ്പുകാരനായിട്ടുള്ള മൊർദെഖായി. ഇനി കടന്നു വരുന്ന അദ്ദേഹത്തിന്റെ വളർത്തുപുത്രിയായ എസ്തറാണ്. ഇത്രയും കഥാപാത്രങ്ങളാണ് എസ്തറിന്റെ പുസ്തകത്തിൽ കാണുന്നത്. അതിനെ ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള വലിയ ഉന്നത അധികാരിയായ ഹാമാൻ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പേർഷ്യയിലുള്ള എല്ലാ യഹൂദന്മാരെയും കൊന്നെടുക്കാൻ വേണ്ടി രാജാവിന്റെ അടുക്കൽ തന്ത്രപൂർവ്വം കടന്നു വന്നുകൊണ്ട് അവിടെ ഒരു ഡിക്രി പുറപ്പെടുവിക്കുകയാണ്. ഇതൊരു വഞ്ചനയായിരുന്നു, ചതിയായിരുന്നു, ഒരു കത്രികയായിരുന്നു. അസൂയയുടെ, പകയുടെ, വൈരാഗ്യത്തിന്റെ ഒരു കത്രിക വെച്ചപ്പോൾ
അവിടെ ഒരു സൂചിയായി, അനുരഞ്ജകയായി, മധ്യസ്ഥയായി കടന്നു വരുന്നത് എസ്തറാണ്. ആ എസ്തറിന്റെ പ്രാർത്ഥന വഴി, അവരുടെ തപസ് വഴി ഈ ഉന്നത അധികാരിയായ ഹാമാൻ ചെയ്ത തെറ്റ് രാജാവിന്റെ മുൻപിൽ കൊണ്ടുവരികയും ഒടുവിലെ താൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുകയും ചെയ്തു. അതെ, ഹാമാൻ വാസ്തവത്തിൽ മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി ഉയർത്തിയ കൊലമരത്തിൽ അവനെ തൂക്കിക്കൊന്ന കഥ നമുക്കറിയാം. അതെ, എസ്തറിന്റെ പുസ്തകവും നമുക്ക് കാണിച്ചു തരുന്നത് ജീവിതത്തിൽ ഉണ്ടാവാവുന്ന വലിയ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. ഇനി ഞാൻ നിങ്ങളെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചിന്ത വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതത്തിൽ രണ്ട് സാധ്യതകളുണ്ട്. നമുക്ക് മറ്റുള്ളവരെ, എല്ലാവരെയും, എല്ലാറ്റിനെയും വെട്ടിവീഴ്ത്തുന്ന, മുറിച്ചു വീഴ്ത്തുന്ന, പക ചെയ്യുന്ന കത്രികയാകാം. മറിച്ച് അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സൂചിയായി മാറാൻ സാധിക്കും. അതെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അറ്റുപോയ ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി ദൈവം അയച്ച സമാധാനത്തിന്റെ സൂചിയാണ് കർത്താവായ ഈശോ. ആ ഈശോ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് സമുദ്രിക്കുവാൻ വേണ്ടി പാപം എന്നതൊഴികെ മറ്റെല്ലാറ്റിനും സദൃശനായി അവിടുന്ന് കടന്നു വന്നു. നമ്മൾ ഇന്ന് വായിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27-29 വചനമാണ്. യേശു എപ്പോഴും സമാധാനത്തിന്റെ സൂചനയായി കടന്നു വരികയാണ്. എന്താണ് ഈശോ പഠിപ്പിച്ചത്? തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ആർക്കും മനസ്സിലാകുന്ന, ജാതി മതഭേദമന്യേ മനസ്സിലാക്കാവുന്ന വചനം, തിരുവചനമാണ് ലൂക്ക 6:31. മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം പ്രവർത്തിക്കുവിൻ. ഈശോ വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. വീണ്ടും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് അംഗീകരിക്കുവിൻ. അപ്പോൾ യേശുവിന്റെ ജീവിതം മുഴുവനും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അറ്റുപോയ ബന്ധം കൂട്ടിയിണക്കുന്ന സ്നേഹത്തിന്റെ സൂചിയായിട്ട് ഈശോയെ കാണാൻ സാധിക്കും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. 4-ാം അധ്യായം. നട്ടുച്ച നേരത്ത് സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറിന്റെ തീരത്ത് കടന്നു വന്ന സമറിയാക്കാരിക്ക് കർത്താവ് സമാധാനത്തിന്റെ ഒരു സൂചനയായിട്ട് മാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇതാ വ്യഭിചാരത്തിന്റെ കത്രിക വെക്കാൻ വന്നപ്പോൾ ഇതാ ഈശോ സ്നേഹത്തിന്റെ സൂചിയായിട്ട് മാറുകയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. സമൂഹം കത്രിക വെച്ചൊരു വ്യക്തിയായിരുന്നു സക്കീവൂസ്. അവന്റെ ജീവിതത്തില് ഈശോ സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ, അനുരഞ്ജനത്തിന്റെ ഒരു സൂചിയായി ഈശോ കടന്നു വരികയാണ്. അതെ, ആ കർത്താവായ യേശു നമുക്ക് നൽകുന്ന മനോഹരമായ സന്ദേശം ഇതാണ്: നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളായിട്ട് മാറണം. ചെറിയ 1-2 സംഭവം പറഞ്ഞുകൊണ്ട് അച്ഛൻ അവസാനിപ്പിച്ചുകൊള്ളാം. അച്ഛൻ ഓർത്തുപോയത് കഴിഞ്ഞ ദിവസം സംഭവിച്ച 1-2 കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടായ സംഭവമാണ്. 3 സഹോദരന്മാർ ജീവിക്കുന്ന കുടുംബം. വർഷങ്ങളായിട്ട് അവർ ഒന്നിച്ചു ജീവിക്കുകയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു സഹോദരൻ കത്രികയായി കടന്നു വന്നു. ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി. അപ്പോഴും ഇളയവനായിട്ടുള്ള വ്യക്തി അവിടെ ഒരു സൂചിയായിട്ട് കടന്നു വരികയാണ്. 2 ബ്രദേഴ്സും ഒരുമിച്ച് നിൽക്കുന്നു. ഒരാളെ ഒറ്റപ്പെടുത്തി വീട്ടിൽ നിന്നും പുറത്താക്കി എങ്ങനെയെങ്കിലും തകർക്കണം, എങ്ങനെയെങ്കിലും താറടിക്കണമെന്നൊക്കെ കരുതിയപ്പോൾ ഇളയവൻ കടന്നു വന്നു. ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടാ ഞാൻ എന്തും ത്യജിക്കുവാൻ തയ്യാറാണ്. ഒടുവിൽ അവരുടെ സ്വത്ത് വിഭജിച്ചു. ഒടുവിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിന്റെ സൂചിയായി മാറിയ ഒരു സംഭവം മനസ്സിൽ ഓർത്തുപോയി. മറ്റൊന്ന്, കൈപ്പത്തി നഷ്ടപ്പെട്ട ഒരു വ്യക്തി. ആ വ്യക്തിക്ക് കൈപ്പത്തി നഷ്ടപ്പെടുവാൻ കാരണം എന്താണ്? 17 വർഷമായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആ വ്യക്തി മദ്യപിക്കില്ല, കുടിക്കില്ല, എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് വരും. മക്കളോടൊപ്പം എന്ത് സന്തോഷമാണെന്നോ. മറിച്ച് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അസൂയാലുവായ അയാളോടൊപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ കത്രിക വെക്കുകയായിരുന്നു, സംശയത്തിന്റെ കത്രിക. അങ്ങനെ സംശയം മൂലം ഒടുവിൽ ഭാര്യയെ കൊല്ലുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ കൈ കമ്പനിയിലെ മെഷീന്റെ ഉള്ളിൽ പോയതുകൊണ്ട് ഒരിക്കലും അയാൾക്ക് ആ കൊലപാതകം ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ല. അതെ, ദൈവത്തിന്റെ സ്നേഹമനുസരിച്ച്
പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം നല്ലതിനായിട്ട് ഭവിക്കും. റോമ 8:28 സ്മർത്തവ്യം. ഒടുവില് കൈപ്പത്തി നഷ്ടപ്പെട്ട ആ വ്യക്തി ആസ്പത്രിയിൽ കിടക്കുമ്പോൾ സൂചിയായി മാറുന്നത് അദ്ദേഹം സംശയിച്ച ഭാര്യയാണ്. ആ ഭാര്യ പറഞ്ഞു, ചേട്ടാ 17 വർഷമായില്ലേ നമ്മൾ ജീവിക്കുന്നു. മനസ്സാ വാച കർമ്മണ ചേട്ടൻ ചിന്തിച്ചതുപോലെ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ആ സഹോദരൻ, ആ ഭർത്താവ് പറഞ്ഞു, എന്റെ കൈപ്പത്തി നഷ്ടപ്പെടുവാൻ കാരണം ഞാൻ നിന്നെ സംശയിച്ചു. നീ അടുത്ത വീട്ടിലെ വ്യക്തിയുമായിട്ട് തെറ്റായ ബന്ധത്തിലാണ് എന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്